ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? ഞാൻ എന്താ രാവിലെ കുറച്ച് ഡ്രസ്സുകളൊക്കെ അലക്കി വെച്ചിട്ടുണ്ട്. അലക്കണേക്കാട്ടിലും പാടാണല്ലേ നമുക്ക് മെഷീൻ ആ ഡ്രസ്സുകളൊക്കെ എടുത്തൊന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് ഇടാൻ. അപ്പോൾ ഞാൻ റുദനോട് ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളും കൂടെ എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും റുദയും കൂടി ആ ഡ്രസ്സുകളൊക്കെ ഉണക്കാൻ പോവാണ്. അങ്ങനെ പിന്നെ ബാക്കി ഡ്രസ്സും കൂടെ ഉണങ്ങാനിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് റുദക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അവളെ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാണ്. എന്നിട്ട് വേണം അടുക്കി പെറുക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റ് എവിടുന്ന വാങ്ങിയെന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. ഇത് നമ്മളെ കിൻഡർ ജോയിന്ന് കിട്ടുന്ന കേട്ടോ. ഹെയർ ഒക്കെ കോമ്പാണ്, മിനി നമുക്ക് ക്ലാസ്സിലേക്കൊക്കെ ഇങ്ങനെ ഹെയർ റെഡിയാക്കാനൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഹെയർ ക്ലിപ്പ് ഉണ്ട് കേട്ടോ. പ്രോഡക്റ്റ് ഉണ്ടല്ലോ. ഇതാണ് കേട്ടോ കീ ചെയിൻ. ഇത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അടിപൊളി. ഉമ്മൻ്റെ വാച്ചൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ എനിക്ക് മദ്രസിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ, പാട്ട് പാടിയതിന് ഇല്ലേ. എൻ്റെ സ്കൂളിൽ തന്നെ ഞാനൊരു 3 കൊല്ലം ഒപ്പനൻ്റെ ബ്രൈഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൽ 2 കൊല്ലത്തെ പ്രൈസാണ് കേട്ടോ ഇത്. ഒന്ന് സെക്കൻഡും ഒന്ന് തേർഡും ആണ് കേട്ടോ. സെക്കൻഡും എ ഗ്രേഡും തേർഡും എ ഗ്രേഡും ആണ് കേട്ടോ. ഇനി ഒന്നുകൂടി ഉണ്ട്, അത് കിട്ടത്തുള്ളൂ. പിന്നെ ഞാനൊന്ന് വേഗം ഡ്രസ്സുകളൊക്കെ ഒന്ന് ചിക്കട്ടെ എന്ന് വിചാരിച്ചു. നല്ല വെയിലൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെയിൽ പോയിട്ട് വന്നിട്ടും ഇങ്ങനെ ആണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനൊരു കാലാവസ്ഥ ആണ്. അപ്പം ഞാൻ ഓവർ വെയിലുള്ളപ്പം ഡ്രസ്സുകളൊന്നും അങ്ങനെ ചിക്കാറുമില്ല കേട്ടോ. ഞാനൊരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആണ് കേട്ടോ ഞാൻ ആറിടുന്നത്. മഴയില്ല, പക്ഷേ വെയിലും ഇല്ലാത്തൊരവസ്ഥ ആണ് കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ ഡ്രസ്സുകളും ചിക്കിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഉണക്കാൻ വെച്ചതുകൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ചുരിദാറുണ്ടല്ലോ, ഇത് മീഷോന്ന് വാങ്ങിച്ചാണ്. അപ്പം ഞാൻ ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഇതുവരെ കളറ് പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ കൈ ഇങ്ങനെ ആട്ടോ ഇരിക്കുന്നത്. പിന്നെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് റുദക്കൊരു വാച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളൊന്ന് കെട്ടി വെക്കുകയാണ്. അത്രയൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവൾ ബുക്കും കൂടി ഒന്ന് അടുക്കി പെറുക്കി വെക്കാണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് പുറത്തിട്ടതാണ്. ഇത് ഞാൻ മിനിസോന്ന് മേടിച്ചതാണ് കേട്ടോ. ഇത് നമ്മളെ പിമ്പിൾ പാച്ചസ് ആണ്. ഞാൻ അവിടെ കൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ. ഞാൻ കാണിച്ചിരിക്കില്ല. ഇതാണ് കേട്ടോ. അങ്ങനെ 36 പീസസ് ആണ് ഇതിൽ വരുന്നത്. ചെറുതും വലുതൊക്കെ ഉണ്ട്.
റുദൻ്റെ അടുക്കി പെറുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതാ സിറ്റ് ഔട്ടിലേക്ക് പോയി നോക്കിയപ്പോൾ കറണ്ട് ബില്ലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അതാ 1842 കേട്ടോ കറണ്ട് ബില്ല് ഈ പ്രാവശ്യം വന്നത്. അങ്ങനെ നമ്മളിതാ AC അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യുന്നില്ല, പക്ഷേ നല്ല കറണ്ട് ബില്ല് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ അടുത്തതായിട്ട് ഞാൻ കുറച്ച് എഗ്ഗും പിന്നെ ഹോർലിക്സും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്നിട്ട് കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ചുകൂടെ വിരിച്ചിടാണ്ട് ഡ്രസ്സുകളൊക്കെ അലക്കിയത് അതൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിനി താഴേക്ക് പോവുകയാണ് കേട്ടോ. ഇതെൻ്റെ പഴയ ട്രൈപ്പോഡാണ് കേട്ടോ. പിന്നെ ഇതാ വെള്ളമൊക്കെ തളിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ ഹോർലിക്സ് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ റുദക്കുള്ള എഗ്ഗും പിന്നെ അതുപോലെ ഹോർലിക്സൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ റുദക്കും എനിക്കും കൂടി ഇടവണ്ണപ്പാറ വരെ പോകാനുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീഷോന്ന് 2 പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വിളിച്ചപ്പോൾ നമ്മളിവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ഇടവണ്ണപ്പാറ കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞായിരുന്നു. അങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. പിന്നെ ഇതാ എന്നും പറഞ്ഞ പോലെ റുദ വണ്ടിയൊക്കെ തിരിച്ച് വെക്കുന്നുണ്ട്. അവൾക്ക് എങ്ങോട്ടോ പോകുമ്പോൾ വണ്ടി തിരിക്കാനൊക്കെ വലിയ ഇഷ്ടമാണ്. പിന്നെ ഇതാ അയ്മനുള്ള ഹോർലിക്സും എഗ്ഗൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഇടവണ്ണപ്പാറ പോയി മീഷോ എന്നുള്ള പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം വീണ്ടും വേറൊരു വീഡിയോ കാണാം. ബായ്.